US സന്ദർശിക്കാനുള്ള ട്രംപിന്റെ ക്ഷണം നിരസിച്ചത് സ്ഥിരീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒഡീഷയിലെ BJP സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷത്തിൽ പങ്കെടുക്കവെയാണ് മോദിയുടെ ഈ വെളിപ്പെടുത്തൽ. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, അമേരിക്കയിലേക്ക് വരാനുള്ള ട്രംപിന്റെ ക്ഷണം അത് നിരസിച്ചതാണ് വാർത്തയാവുന്നത്. അത് സ്ഥിരീകരിക്കുന്നുണ്ട് പ്രധാനമന്ത്രി. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഈ പ്രസംഗത്തിൽ സൂചിപ്പിച്ചോ നരേന്ദ്രമോദി? പ്രജിൻ, എന്തായാലും ഭുവനേശ്വറിൽ നടന്ന ഒരു പരിപാടിക്കിടയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ഒഡീഷയിലെ BJP സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷമാണ് അവിടെ നടക്കുന്നത്. ആ പരിപാടിക്കിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദിയെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചതായിട്ടുള്ള വിവരം പറഞ്ഞത്. അതായത് ഈ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി കാനഡയിലേക്ക് പോയപ്പോഴാണ് ഫോണിൽ സംസാരിച്ചത്. 35 മിനിറ്റ് ട്രംപ് നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഈ സംഭാഷണത്തിനിടയിലാണ് US എത്തിക്കൂടെ എന്ന് പ്രധാനമന്ത്രിയോട് ചോദിച്ചത് ട്രംപ്. പക്ഷേ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാൽ, അതായത് ഒഡീഷയിലെ ഈ പരിപാടി അടക്കം, ഒഡീഷയിലെ BJP സർക്കാരിന്റെ വാർഷികാഘോഷം അടക്കമുള്ള പരിപാടികൾ ഉള്ളതിനാൽ ഈ അമേരിക്കയിലേക്ക് പോകാൻ പറ്റില്ലെന്ന് വിനയത്തോടെ ആവശ്യം നിരസിച്ചതായിട്ടാണ് മോദി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നേരത്തെ ഈ പാകിസ്ഥാന്റെ സൈനിക തലവൻ അസിം മുനീർ അമേരിക്ക സന്ദർശിച്ചടക്കം വലിയ ചർച്ചയായിരുന്നു. അസിം മുനീറിനെ ട്രംപ് വിരുന്നൊരുക്കിയതടക്കം വലിയ ചർച്ചയായിരുന്നു. ആ സമയത്ത് നരേന്ദ്രമോദിയെ എന്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ക്ഷണിച്ചില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി ട്രംപ് തന്നെയും ക്ഷണിച്ചിരുന്നതായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.